ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നിർണായകമായ നീക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നു. ഇറാനിലേക്ക് യുദ്ധക്കപ്പലുകളുടെ ഒരു പട തന്നെ അയച്ചുകൊണ്ട് ഏത് നിമിഷവും ആയത്തുള്ള അലി ഖാംനെയിയെ തട്ടിക്കൊണ്ടുവരും എന്ന മുൻ പ്രഖ്യാപനത്തിലേക്ക് താൻ അടുക്കുകയാണ് എന്ന സൂചന നൽകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കണും ഒപ്പം 4ഓളം ചെറു യുദ്ധക്കപ്പലുകളും ഇറാനെ ലക്ഷ്യമാക്കി അറബ് തീരത്തു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിമാനത്തിലിരുന്നു കൊണ്ട് ഇക്കാര്യം ട്രംപ് സ്ഥിരീകരിക്കുകയും ഈ കപ്പലുകളുടെ യാത്ര വിശദമായി നിരീക്ഷിക്കുകയും ചെയ്തു എന്നാണ് അൽ ജസീറയും റോയിറ്റേഴ്സ് പോലുള്ള വാർത്താ ഏജൻസികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപ് പറയുന്നുണ്ട് ഈ യുദ്ധക്കപ്പലുകൾ ചിലപ്പോഴേ ഉപയോഗിക്കേണ്ടി വരൂ എങ്കിലും ഒരു വലിയ യുദ്ധം പൊടുന്നനെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ വീണ്ടും തെളിയുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ചാൽ വലിയ തിരിച്ചടി ട്രംപിനുണ്ടാകും, അമേരിക്കയ്ക്കുണ്ടാകും, ഇസ്രായേലിനുണ്ടാകും എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ അതേ നിമിഷം ഇസ്രായേലിനെയും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്നും ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നും ഇറാൻ അവരുടെ യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ ആഭ്യന്തര യോഗങ്ങളിൽ ഈ യുദ്ധ ക്യാബിനറ്റ് പോലെ തന്നെ അവിടെ ഈ പ്രക്ഷോഭമുണ്ടായ സമയത്ത് വളരെ വലിയൊരു മന്ത്രിസഭ പോലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് കൗൺസിൽ എന്നാണ് പറയുക. ആ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഇറാൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ വാർത്തയായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇറാനിലേക്ക് വന്നാൽ ആ സമയം തന്നെ അതിനേക്കാൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഡിഫൻസ് കൗൺസിലിൽ ഈ പറയുന്ന ഇറാൻ്റെ സൈനിക മേധാവിമാരായാലും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരായാലും ഒക്കെ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം. അപ്പോൾ ആ ഭീഷണിക്ക് മുന്നിൽ നടുങ്ങിപ്പോയ അമേരിക്ക പിന്നീട് ഇറാനിലേക്ക് കാര്യമായ കടന്നാക്രമണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ ഇസ്രായേൽ അമേരിക്കയെ കണ്ടു, എത്രയും പെട്ടെന്ന് ഇറാന് നേരെ ആക്രമണം നടത്തണമെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് കൃത്യമായി അംഗീകരിച്ചു കൊടുത്തു, തീർച്ചയായും ആക്രമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾക്കപ്പുറം ഒരു മാസത്തോളമായിട്ടും ഇറാനിലേക്കൊന്ന് കടന്നു കയറാനുള്ള ഒരു നീക്കങ്ങളും ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഈ പറയുന്ന അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായില്ല. അവിടുത്തെ ആഭ്യന്തര കലാപം അടിച്ചമർത്തി ഖാംനെയി ഭരണകൂടം കരുത്തരാവുകയാണ് എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ, വലിയൊരു വിഭാഗം ജനങ്ങൾ ഖാംനെയി ഭരണകൂടം താഴെ വീണാൽ പിന്നെ ഞങ്ങളെ ഭരിക്കാൻ പോകുന്നത് പാശ്ചാത്യ ശക്തികളായിരിക്കും, അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഭരണമായിരിക്കും, അതൊരു അടിച്ചമർത്തലും അധിനിവേശവുമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ വലിയ വിഭാഗം ജനങ്ങൾ പ്രക്ഷോഭകർക്കെതിരെ ഖാംനെയിക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി അവിടുത്തെ പ്രക്ഷോഭകർക്ക് നിലനിൽപ്പില്ലാത്ത സാഹചര്യം വന്നു. പ്രക്ഷോഭങ്ങൾ അവിടെ അടിച്ചമർത്തപ്പെട്ടു. നിരവധിയായിട്ടുള്ള ഏതാണ്ട് 15,000-ലധികം വരുന്ന പ്രക്ഷോഭകാരികൾ അകത്തു പോയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 5,000-ഓളം വരുന്ന പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ രാജ്യവിരുദ്ധരും രാജ്യത്തിനെതിരെ സംസാരിച്ച ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു തരത്തിലും താഴേക്ക് പോവുകയോ മുട്ടുകുത്തുകയോ അമേരിക്കയോടും ഇസ്രായേലിനോടും മാപ്പപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ അവർ ശക്തമായി തിരിച്ചു വരികയാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടുള്ള സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കാനായി ചൈന ഇടപെടുമെന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. ചൈന സാമ്പത്തികമായി ഇറാനെ സഹായിക്കാനുള്ള സാധ്യതകളടക്കം മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്നില്ല. സാങ്കേതികമായി ആയുധപരമായി ഒക്കെ റഷ്യയുടെ വലിയ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ മറുവശത്ത് ചൈനയുടെ സാമ്പത്തിക സഹായത്തിനുള്ള സാധ്യതകൾ കാണുന്നു. അപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇറാനിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി എന്ന നിലയിൽ അവർ വിലയിരുത്തുന്നത്. കാരണം അമേരിക്ക ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച് ഇറാനെതിരെ വലിയ വെല്ലുവിളി നടത്തി. ട്രംപ് പലതവണ ഇറാനെ ഭീഷണിപ്പെടുത്തി. എന്നിട്ടൊന്നും ഇറാൻ വഴങ്ങുന്നില്ല. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ഭരണം താഴെപ്പോകും എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ചിട്ടും അവിടുത്തെ ഭരണത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അവിടെ ആയത്തുള്ള അലി ഖാംനെയിയെ ഉടൻ വധിക്കും, ഉടൻ പിടികൂടും എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ എഴുതി. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഖാംനെയി ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഖാംനെയി എവിടെയാണ് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ചാര ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഖാംനെയി ബങ്കറിലാണ് എന്ന വാർത്തകൾ വരുന്നുണ്ട്, പേടിച്ചൊളിച്ചിരിക്കുകയാണ് എന്ന വാർത്തകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതിനൊന്നും സ്ഥിരീകരണമില്ല.
എവിടെയാണ് എന്ന് ട്രേസ് ചെയ്യാൻ കഴിയാത്ത അജ്ഞാത കേന്ദ്രത്തിലെന്ന് പറയാൻ പറ്റൂ. അതൊരു പക്ഷേ റഷ്യയിലായിരിക്കാം. ഇതേ മാധ്യമങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഖാംനെയി പ്രാണരക്ഷാർത്ഥം റഷ്യയിലേക്ക് പലായനം ചെയ്യുകയാണെന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നു ഏതോ ബങ്കറിൽ ഒളിവിൽ കഴിയുകയാണെന്ന്. അപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും, പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് അമേരിക്കയുടെ അവസ്ഥ. അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒന്നും ഖാംനെയി എവിടെയാണ്, ഇറാൻ്റെ അടുത്ത നീക്കം എന്താണ്, ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ ആ വിധത്തിൽ ഖാംനെയി സുരക്ഷിതനായി നിന്നുകൊണ്ട് ഇറാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ ഒരു തരത്തിലും താഴെ പോകാതെ ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ടാണ് ഇറാൻ തകർന്നു എന്ന വാർത്ത പ്രതീക്ഷിച്ചവർക്ക് വലിയ നിരാശ വന്നത്. ഇറാനിൽ ഭരണമാറ്റം, ഇസ്ലാമിക ഭരണം ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വലിയ മാനസിക വിഷമം ഉണ്ടായത്, അല്ലെങ്കിൽ അവർക്ക് പോലും അന്താളിപ്പുണ്ടായത് ഇറാൻ തകരുന്നില്ല എന്നിടത്താണ്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇറാനെ വീണ്ടും വെല്ലുവിളിച്ച് വലിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പലുകളിലൊന്നാണ്. അതായത് ഒരേ സമയം നിരവധിയായ യുദ്ധവിമാനങ്ങൾക്ക് പറന്നിറങ്ങാനും പറന്നു പൊങ്ങാനും കഴിയുന്ന വലിയ തോതിലുള്ള നാവിക അഭ്യാസങ്ങൾക്ക് സാധിക്കുന്ന, അതുപോലെ തന്നെ വ്യോമാഭ്യാസങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി എയർക്രാഫ്റ്റുകളുള്ള F-30 പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളൊക്കെയുള്ള ഒരു വലിയ സംവിധാനമാണ് എബ്രഹാം ലിങ്കൺ. ഇതേപോലുള്ള കപ്പലുകളാണ് പണ്ട് ഹൂത്തികളെ നേരിടാൻ വേണ്ടി ചെങ്കടലിലേക്ക് അമേരിക്ക അയച്ചിട്ട് ഒടുവിൽ അതിനൊന്നിന് കേടുപാട് പറ്റി മൊത്തത്തിൽ തിരിച്ചുകൊണ്ട് പോയത്. അത് ഇതേ കപ്പൽ തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല അതിൽ. പക്ഷേ ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും ഇറാനിലേക്ക് കടന്നു കയറാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലയിലേക്ക് ഇറാനെ ഒന്നുകൂടി ഭയപ്പെടുത്തുക, അവരുടെ ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അതിൻ്റെ നിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുക, എന്നിട്ട് അമേരിക്കയുമായി സന്ധി ചെയ്ത് അമേരിക്കയുമായി ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങി മുന്നോട്ട് പോവുക. ഇതാണ് ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. കാരണം ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയതോടെ മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന സമീപനം എടുത്തിട്ടുണ്ട്, അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന സമീപനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് ചെവിക്കൊള്ളാതെ അമേരിക്കയ്ക്കെതിരെ അടിച്ചു നിൽക്കാം എന്ന നിലയിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പോലും അമേരിക്കയുടെ തീരുവ കൂട്ടുന്ന നടപടി ഒക്കെ പ്രഖ്യാപിച്ചിട്ട് അങ്ങോട്ട് കാലിൽ വീഴാൻ പോയിട്ടില്ല. അങ്ങനെ പല രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. അതിന് പ്രചോദനമാകുന്നത് ഇറാനാണ്, റഷ്യയാണ്, ചൈനയാണ്, ഒരു പരിധിവരെ ഇന്ത്യയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ട്രെൻഡ് ഈ ലോകത്തുണ്ടാകുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ലോക പോലീസ് കളിക്ക് വലിയ വിഘാതമാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക ഏറ്റവും ഒടുവിലത്തെ സമ്മർദ്ദ തന്ത്രമെന്ന നിലയിലാണ് ഇപ്പോൾ ഈ കപ്പലുകൾ ഒക്കെ അയക്കുന്നത്. എന്തായാലും ഈ കപ്പലുകൾ ഉപയോഗിച്ചൊരു യുദ്ധത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. ശരിക്കും ഇതുവരെ പറഞ്ഞ പോലെ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞതുപോലെ ഇതുവരെ പറഞ്ഞിട്ട് നടന്നില്ല. പക്ഷേ ഇനി ശരിക്കും ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്ക പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇറാനിലേക്ക് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള തുടർച്ചയായ ബോംബിംഗ് ഉണ്ടാകും. തുടർച്ചയായ ബോംബിങ്, ഇറാൻ്റെ പല ഭാഗങ്ങളും ചാമ്പലാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ ഇറാനിലേക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു കടന്നാക്രമണമൊക്കെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്കയ്ക്ക് നടത്താൻ കഴിയും. പക്ഷേ ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നതും ഭയാനകമായിരിക്കും. അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ തച്ചു തകർക്കും. അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിലേക്കും ഇറാൻ്റെ മാരകമായ ആക്രമണങ്ങളുണ്ടാകും. അതൊക്കെ പിന്നീട് ഒരു വലിയ മഹായുദ്ധത്തിൻ്റെ രൂപത്തിലേക്ക് വ്യാപിക്കും. അതിൽ നിന്ന് അമേരിക്കയ്ക്കും രക്ഷ നേടാൻ കഴിയില്ല എന്നുള്ളത് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തലവെക്കാൻ ട്രംപ് തയ്യാറാകില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വെനസ്വേലയിലേക്ക് നടത്തിയതുപോലെയുള്ള ഒരു നിർണായക നീക്കത്തിന് ട്രംപ് ശരിക്കും തയ്യാറെടുത്തിട്ടുണ്ടാകും. കാരണം ഇനിയും ഇത് ചെയ്തില്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒരു വലിയ കോമാളിയായി ട്രംപ് മാറുന്ന സാഹചര്യമുണ്ടാകും. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനെന്ന നിലയിലേക്ക് ട്രംപ് വീണ്ടും കൊട്ടിഘോഷിക്കപ്പെട്ട് കളിയാക്കപ്പെടും. അപ്പോൾ സ്വന്തം ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു യുദ്ധം കൂടി നടത്താം എന്ന നിലയിലേക്ക് ട്രംപ് പോയാലും അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അയാൾ അങ്ങനെയാണ്. ഇത് ട്രംപിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ തൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ വേണ്ടി താനാണ് ലോക നേതാവ് എന്ന് ഒന്നുകൂടി ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇറാനിലേക്കൊരു വലിയ നീക്കം നടത്താനുള്ള സാധ്യതയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇറാനെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇറാനുമായി ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള ഒരു നീക്കമാണ്. എന്തായാലും ഇറാൻ്റെ ഭാഗത്തു നിന്ന്
ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരെ വന്നാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നതല്ലാതെ, തിരിച്ചടിക്കുമെന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലേക്കോ ചർച്ചയിലേക്കോ ഇറാൻ വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ ട്രംപ് ഇറാന് നേരെ ശരിക്കും ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. ഇനി ആക്രമണം നടത്താതെ വെറുതെ കപ്പലുകൾ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ അറബ് രാജ്യങ്ങളുടെ കടൽ തീരങ്ങളിൽ കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അതും അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായിരിക്കും. എന്തായാലും ഇറാൻ്റെ നീക്കങ്ങളിൽ വല്ലാതെ പ്രകോപിതനായി, വല്ലാതെ നാണം കെട്ട ട്രംപ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ പരിഹാസ കഥാപാത്രം എന്ന നിലയിലേക്ക് മാറുകയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മാതിരി പരിപാടികളുമായി ട്രംപ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തേണ്ടത്. ഇനിയല്ല, ശരിക്കും യുദ്ധത്തിലാണെങ്കിൽ അതൊരു മഹായുദ്ധത്തിലേക്ക്, സർവ്വതും പിടിവിട്ടു പോകുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുമെന്ന കാര്യവും തീർച്ചയാണ്.